ഹലോ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ദിവസമായാലും ഒരു വീഡിയോ കേട്ടിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇതിപ്പോ ഒരു നൈറ്റി ബിറ്റിന്റെ പീസാണ് കേട്ടോ. ഒരു 320 വരുന്ന പീസാണ്. 320 വരുന്ന 33 ഇഞ്ച് വീതിയും 320 3 മീറ്റർ 20 സെന്റിമീറ്ററും നമുക്ക് അതുണ്ട്. 320 ഉണ്ട്. അപ്പൊ നമുക്കൊരു കുർത്തി അടിക്കാൻ ധാരാളം തികയും. അപ്പൊ നമുക്കിതൊരു കുർത്തി അടിക്കാം. കുർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ലൈൻ ഫ്ലെയർ മോഡൽ കുർത്തിയാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ലൈൻ ഫ്ലെയർ മോഡൽ എന്ന് പറയുമ്പോൾ കോളർ വെച്ചിട്ട് നമ്മൾ ഇവിടെ കൂടെ പ്രിൻസസ് കട്ട് വരും. ഈ കട്ടിൽ തന്നെ നമ്മൾ ചെറിയ ഫ്ലെയറിൽ ക്രോസ് കൊടുക്കും. അതുപോലെ തന്നെ രണ്ടെണ്ണം ഇവിടെ, രണ്ടെണ്ണം ബാക്കിൽ. എന്നിട്ട് നമുക്ക് സൈഡ് ഓപ്പൺ ഇല്ലാതെ ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഫ്രണ്ട് ബട്ടൺ വെച്ച് അങ്ങ് ഫിക്സ് ചെയ്തിട്ട് താഴത്ത് വന്നിട്ട് നമുക്ക് ഒരു 8 ഇഞ്ചോ 9 ഇഞ്ചോ നിങ്ങൾക്ക് എത്ര ഓപ്പൺ വേണോ അത്ര ഇട്ട് തയ്ക്കുക. കൈ ഇത്ര വരെ, മുട്ട് വരെ ഉള്ളൂ. 3/4 ആണ്. മുട്ട് വരെ വെച്ചിട്ട്, അതായത് മുട്ടിന് അല്പം താമ വെച്ചിട്ട് മടക്കി ഒരു ബട്ടൺ വെച്ചിട്ട് കേട്ടോ. മടക്കല്ല, ഒരു ഫിക്സ് ബട്ടൺ. ചൈനീസ് കോളറാണ്. ഒരല്പം ബി പോലെ വന്നിട്ട്. ഇതാണ് ഇതിന്റെ മോഡല്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യുന്ന നോക്കാം. ഓക്കെ, തുടങ്ങാം. അപ്പൊ നമുക്കിത് തുണി ഞാൻ മറച്ച് വെച്ചിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ആകെ വെച്ചോണല്ലോ നമ്മൾ വരയ്ക്കുന്നല്ലേ. അപ്പൊ ഇത് മടക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും വീതിയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ 43 ഇഞ്ച് ഇറക്കമാണ് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പൊ 43. ഇതിന്റെ ഇടയിൽ ഞാൻ തയ്യൽ തുമ്പിൽ ഇടുന്നതൊന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. ഞാൻ എനിക്ക് ആവശ്യമുള്ള പീസ് മാത്രമേ പറയുന്നുള്ളൂ. തയ്യൽ തുമ്പൊക്കെ നിങ്ങൾ എത്രയെന്ന് വെച്ചാൽ ഇട്ടോണം. 1 ഇഞ്ച് കുറയാതെ തയ്യൽ തുമ്പ് ഇടണം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കണക്കിലിട്ടോളാം. അപ്പൊ നമുക്ക് ഇവിടെ 15 ഇഞ്ച് ഷോൾഡർ. ഇവിടെ വരുമ്പോൾ വണ്ണം എന്ന് പറയുന്നത് 36 ഇഞ്ച് വണ്ണമാണ്. അപ്പൊ നമുക്ക് 15 ഇഞ്ച് ഷോൾഡർ കഴിഞ്ഞിട്ട് ഒരു 6 ഇഞ്ച് കൈക്കുഴി. അപ്പൊ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി. അപ്പൊ നമുക്ക് ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്ന് നമ്മളിവിടെ സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുത്തു കേട്ടോ. അത് വരച്ചിട്ട് വേണം നമ്മൾ ചെസ്റ്റിന്റെ വണ്ണം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റിന്റെ വണ്ണം എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിന്റെ കൈയുടെ മുകളിലായി പോവാണെങ്കിൽ നമുക്ക് അളവ് കറക്റ്റ് ആവില്ല. കൈയുടെ താഴെ ആയി പോയാലും അളവ് കറക്റ്റ് ആവില്ല. അപ്പൊ നമ്മൾ കൈക്കുടി വരച്ചിട്ട് ചെസ്റ്റ് വണ്ണം എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്കിത് 36 ഇഞ്ചാണ്. പക്ഷെ 1 ഇഞ്ച് നമ്മൾ എപ്പോഴും എടുക്കുന്നത് പോലെ ആ തയ്യൽ തുമ്പ് ഇട്ട് പോയിട്ട് 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. അത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൂടെ ഒരു കട്ട് വരുന്നുണ്ട്, പ്രിൻസസ് കട്ട്. അപ്പൊ ഈ കട്ടില് 4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പൊ 1/2 ഇഞ്ച് ഇവിടെ പോകും. അപ്പൊ അതിന് പകരം ഇവിടെ നമ്മൾ കൂട്ടിയെടുത്ത് കൊടുക്കണം കേട്ടോ. ഇവിടുത്തെ വണ്ണം കൂട്ടിയെടുക്കണം. അപ്പൊ നമ്മളിവിടെ ഇത്തിരി കൂട്ടിങ് ഇല്ല കേട്ടോ. ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പൊ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 8 ഇഞ്ച് ഷോൾഡർ ഇട്ടിട്ടുണ്ട്. കാരണം ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മടക്കി അടിക്കണം. അപ്പൊ അതിലൂടെ എക്സ്ട്രാ ഇട്ടോണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് എടുക്കുവാണ് കേട്ടോ. ഇതൊരു 11.5 ആയിട്ട് ഞാൻ വെട്ടുവാണേ. 36 ഇഞ്ച് വണ്ണം കിട്ടിയാൽ മതി നമുക്ക്. ബാക്കി നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോകും. എന്നിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് 32 ഇഞ്ച് വണ്ണം മതി. ബാക്കി നമുക്ക് ഇവിടുന്ന് കട്ടും തയ്യൽ തുമ്പും എല്ലാം കൂടെ ചേർത്ത് ഒരു 38 ഇഞ്ചിട്ട് ഞാൻ വെട്ടുവാണ്. 39 ഇഞ്ചിട്ട് വെട്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് വരച്ചെടുക്കുന്നത് കറക്റ്റ് ആയിട്ട്. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ വരച്ചെടുത്തു. അപ്പൊ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. ഇതിൻ്റെ ലൈൻ കുർത്തി ലൈൻ പ്ലെയർ മോഡൽ കട്ട് ചെയ്യുന്ന ആ 4 പീസ് ഇടുന്നത് മാത്രമാണ് ഞാൻ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് കേട്ടോ. മറ്റൊന്നും നിങ്ങൾക്ക് അധികമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങളത് ശ്രദ്ധിക്കണം. മറ്റു ടോപ്പുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടല്ലോ. ഉള്ളിൽ നല്ല ഇടാനുള്ളത് 15 ഇഞ്ചിന് താഴെ, അതായത് 16 ഇഞ്ചിന് താഴെ ബിറ്റിട്ട് കൊടുത്താൽ മതി കേട്ടോ. പറഞ്ഞുതരാം. അപ്പൊ ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ബാക്ക് പീസ് കൂടെ വെട്ടിയെടുക്കാം. തുണ്ട് വെച്ചിട്ട് അതേ അളവിന് വെട്ടിയെടുത്താൽ മതി ബാക്ക് പീസ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറയ്ക്കാം. അതായത് ഇവിടെ നമുക്ക് മടക്കാനുള്ള ഭാഗം കുറച്ചിട്ട് ബാക്കിയെല്ലാം ഇതേ അളവിൽ തന്നെയാണ്. അപ്പൊ നമുക്കിത് ഈ പീസ് വെച്ചിട്ട് വെട്ടിയെടുക്കാം. അപ്പൊ ഇതുകൂടെ നമ്മൾ വെട്ടുവാണേ. ഇവിടെ ഈ ഷോൾഡറിന്റെ അവിടെ ചരിച്ചു കൊടുക്കണം. 3/4 ഇഞ്ച് ചരിച്ചിട്ട് കൊടുക്കണം. എന്നാലും ശരിയാവും. ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരണം തരാത്തത്. നമുക്കിപ്പോ ഈ കുർത്തി കട്ട് ചെയ്യണ മാത്രമാണ് ഞാൻ തരുന്നത് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കുർത്തി വെട്ടുന്ന പറഞ്ഞിട്ടുണ്ട്, അതിനകത്തുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഈ ലൈൻ പ്ലെയർ മോഡൽ വെട്ടുന്നതാണ് നമുക്കിപ്പോ പറഞ്ഞു തരേണ്ടത്. അപ്പൊ നമുക്കിത് വെട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി വേണ്ടത് ഇതിന്റെ പ്രിൻസസ് കട്ട്, അതായത് ടോപ്പിൽ പ്രിൻസസ് കട്ട്. ഇതിലിപ്പോ 2 നിങ്ങൾക്ക് പഠിക്കാം. കാരണം ഈ ലൈൻ കുർത്തിയിൽ ഈ ബിറ്റ് പീസ് വെച്ചടിക്കുന്നത് എങ്ങനെയെന്നും പഠിക്കാം. പിന്നെ അതിന് പുറമെ നിങ്ങൾക്ക് ഈ പ്രിൻസസ് കട്ട് ടോപ്പിൽ എങ്ങനെ വെട്ടുന്നതെന്നും പഠിക്കാം. 2 കാര്യങ്ങൾ ഒരേ സമയം പഠിക്കാം കേട്ടോ. അപ്പൊ നമുക്കിവിടെ നമ്മള് പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോൾ ഇത് ഒരു 36 ഇഞ്ചുള്ള ഒരാളിന് ഒരു 8 ഇഞ്ച് അകലം മതി. ഈ ബോഡിയുടെ അവിടെ നിന്ന് 8 ഇഞ്ച്. അപ്പൊ 4 ഇഞ്ച് നമുക്ക് ബ്രസ്റ്റ് പോയിന്റിന്റെ അവിടെ 4 ഇഞ്ച് അകലം മതി കേട്ടോ. 4-4.5 ഇഞ്ച് അകലം. അതിലപ്പുറം കൂട്ടരുത്. എങ്കിൽ അതിന്റെ പ്രിൻസസിന്റെ ആ പോയിന്റ് വരുന്ന ഭാഗം ചരിഞ്ഞിരിക്കും. പിന്നെ ഇവിടെ വരുന്നത് ഒരു 10 ഇഞ്ച് 10.5 ഇഞ്ച് താഴ്ത്തി എടുത്ത് കൊടുത്താൽ മതി. 10 ഇഞ്ച് 10. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് കണ്ടോ 4. ഇത് നോക്കണ്ട, ഇത് വിട്ടിട്ടാണ് 4 കേട്ടോ. 4 ഇഞ്ച് ഈ 10 ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം.
ഇവിടെ നമുക്ക് കോണൊന്നും വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം ഇവിടെ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഡാട്ട് എടുക്കൂലേ, അതുപോലെ ഈ നടുക്കൂടുള്ള വരയിന്നും ഇവിടത്തോട്ടും 1/4 ഇഞ്ച് 1/2 ഇഞ്ചിനകത്ത് വെച്ചിട്ട് അത് രണ്ടും കൂടെ ഒരു 1/4 ഇഞ്ച് 1 ഇഞ്ച് വേണം. അപ്പൊ 1/2 ഇഞ്ച് വീതം ഇപ്പുറത്തോട്ട് 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട് 1/2 ഇഞ്ച്. അപ്പൊ നമ്മൾ ഡാട്ട് പോലെയാണ് ഇരിക്കുന്നത്. അത് ഫ്രണ്ട് പീസ് മാത്രമാണ്, ബാക്കിൽ വെട്ടിക്കളയല് ഫ്രണ്ടില് മാത്രം ഇങ്ങനെ ഡാട്ട് എടുക്കുക. നമ്മൾ ബ്ലൗസിന്റെ ഒക്കെ ഡാട്ട് എടുക്കുള്ളൂ, അതുപോലെ ഡാട്ട് പോലെ ഒരല്പം ഇങ്ങനെ കോണിച്ചെടുക്കുക. ഫ്രണ്ടിൽ മാത്രമാണ്, ബാക്കിൽ വെട്ടരുത്. പക്ഷെ നമുക്കിത് മൊത്തത്തില് നമുക്കിങ്ങനെ വെട്ടാം, മൊത്തത്തില് ബാക്കും ഫ്രണ്ടും ആയിട്ട്. കാരണം രണ്ടിടത്തും 4 പീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ വെട്ടാം. നിങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു 13 ഇഞ്ച് താഴ്ത്തി 13 ഇഞ്ചിലും ഒരു 20 ഇഞ്ചിലും ഇടയിൽ പോയിന്റ് ചെയ്യുക. അത് എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് ഡാട്ട് താഴ്ത്തി എടുക്കേണ്ടത്, അവിടം തൊട്ട് ഇവിടെ നിന്ന് 13 ഇഞ്ച്, ഇവിടെ നിന്ന് ഒരു 7 ഇഞ്ച്, അതായത് 13 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി ഒരു 7 ഇഞ്ചിൽ പോയിന്റ് ചെയ്യുക. പോയിന്റ് ചെയ്യണം എന്തിനെന്ന് വെച്ചാല്, ഇവിടെ ഒരല്പം നിങ്ങൾ ഇങ്ങനെ ഇവിടുന്നേ വന്ന് ഒരല്പം വളച്ച് വെട്ടിക്കൊടുത്താല് ആ ഡാട്ട് നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി കിട്ടും. മനസ്സിലായോ? ഇവിടുന്ന് ഇത്ര ഇങ്ങനെ വളച്ച് നമ്മൾ വെച്ച് കൊടുത്താല് ഇത്ര ഇങ്ങനെ വളച്ച് വെട്ടിക്കൊടുത്താൽ ഡാട്ട് എടുക്കുമ്പോൾ നല്ല ഒതുങ്ങി കിട്ടും. ഇതും ഫ്രണ്ടിൽ മാത്രമാണ്, ബാക്കിൽ വേണ്ട. ഞാൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് വെട്ടുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞത് ഇത്രയും ഫ്രണ്ടിൽ മാത്രം, ഫ്രണ്ട് പീസ് മാത്രം മതി. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബാക്കും ഫ്രണ്ട് സെപ്പറേറ്റ് വെട്ടുക. സെപ്പറേറ്റ് വെട്ടുമ്പോൾ നമുക്ക് ഇത് വലിയ പാടാണ്, രണ്ടായിട്ട് വെട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടുന്നത്. ഇത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് മാത്രം മാറ്റി വെട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ നടുക്കൂടെയാണ് വെട്ടിപ്പോവേണ്ടത്. കണ്ടല്ലോ, ഇതിന്റെ നടുക്കൂടെ വെട്ടിപ്പോയി, ഈ ആദ്യത്തെ വരയിൽ വെട്ടിപ്പോയി. എന്നിട്ട് കണ്ടോ, ഇത് ബാക്ക് പീസാണ്, ഇത് ഫ്രണ്ട് പീസാണ്. ഈ ഫ്രണ്ട് പീസിലാണ് നമുക്ക് ഇത് വെട്ടി മാറ്റേണ്ടത് കേട്ടോ. അങ്ങനെ മാറ്റുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടല്ലോ, ഇതിപ്പോ ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഡോട്ട് വരച്ചിട്ടുള്ള ഇത്രയും ഭാഗം ഒന്ന് അല്പം വളച്ചു വെട്ടി കൊടുക്കുക. അത് നമ്മൾ ഡാട്ട് എടുക്കൂലേ ടോപ്പിന്റെ, അങ്ങനെയുള്ള വളച്ചു വെട്ടല് ഒരു 1/2 ഇഞ്ച്. കണ്ടോ? അപ്പൊ ഇത് ഇങ്ങനെ പിടിച്ചടിക്കുമ്പോൾ നല്ല സൈഡ് നല്ല ഒതുങ്ങി വരും. അതുപോലെ തന്നെ ഇവിടെയും ആ ഡാട്ടിന്റെ ഭാഗം 1/2 ഇഞ്ച് വീതം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ആദ്യമേ വരച്ച് വെക്കണമെന്ന് പറയണം. നമ്മൾ 3 വര ഇടണം. ഒരു വര നടുക്കൂടെ നമുക്ക് വെട്ടാനുള്ള വര, ഡാട്ടിനുള്ള വര 2 സൈഡിൽ കൂടെ ഇടണം. ഇവിടെയും നടുക്കൂടെ ഒരു വര, ഡാട്ട് എടുക്കാനുള്ളത് സൈഡിൽ കൂടെ ഇടണം. അപ്പൊ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും വെച്ച് നമുക്ക് ധൈര്യമായിട്ട് ഒരുമിച്ച് വെട്ടാം. എന്നിട്ട് നമുക്ക് ബാക്ക് പീസ് മാറ്റിയിട്ട് ഫ്രണ്ടിൽ മാത്രം ഇതെടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇതെടുത്തല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേതെങ്കിലും ഒരു പീസ് മതി, ഏതെങ്കിലും ഒരു പീസ്. ഇപ്പൊ ഫ്രണ്ടിന്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് എടുത്തിട്ട് നമുക്കൊരു 18 ഇഞ്ച് താഴ്ത്തി കൊടുക്കാം. അതായത് ഇതുവരെ നമുക്ക് പിടിച്ചിരിക്കണം, പിന്നീടാണ് ഫ്ലെയർ വരുന്നത്. കാരണം ഇവിടുന്നേ ഫ്ലെയർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലൂസായി കിടക്കും. അപ്പൊ നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത്, അതായത് ഇവിടെ നിന്ന് എന്റെ ഷോൾഡർ എന്റെ ഏകദേശം ഹൈറ്റ് ആണ് കേട്ടോ. ഇപ്പൊ എന്റെ അളവാണിത്. ഇതാണ് 17 ഇഞ്ച്. എന്റെ 17 ഇഞ്ച് വരെ വരുമ്പോൾ നമുക്ക് നല്ല ഫിറ്റായിട്ട് ഒതുങ്ങി കിടക്കണം. അതിന് ശേഷമാണ് ലൂസ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു അടയാളം കൊടുത്തു, 17.5 ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് 17 ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു അടയാളം കൊടുത്തു. അപ്പൊ ഈ 17 ഇഞ്ച് പോയിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് അറിയാമോ? നീളം 27 ഇഞ്ചാണുള്ളത്. 27 ഇഞ്ചാണ് നമുക്ക് തുണ്ടിടേണ്ടത്. അപ്പൊ ഇതിവിടെ മാറ്റി, ഇത് 4 പീസും മാറ്റി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ, വിത്തൗട്ട് ലൈനിങ് ആണ്, കട്ടിയുണ്ട് അത്യാവശ്യം. ഇത് നമുക്ക് കൈക്ക് ആദ്യം വെട്ടിയെടുക്കണം, എന്നിട്ട് വേണം അതിന്റെ പീസ് വെട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും തികയത്തില്ല. നമുക്കിതാ ഇതുപോലത്തെ 2-3 പീസ് ഇട്ടാൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. 2-3 പീസ് ഇട്ടാൽ മതി. രണ്ട് പീസ് ചെറിയ ഒരല്പം ഒരു 5 ഇഞ്ച് വീതം കിട്ടിയാലും നമുക്ക് 20 ഇഞ്ച് ലൂസ് എക്സ്ട്രാ കിട്ടും ഫ്ലെയർ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പീസ് നമുക്ക് കയ്യല്ല, ഇത് അതിന്റെ മിറ്റ് പീസ് ഇടാനുള്ള ഞാൻ പറഞ്ഞില്ല, 27 ഇഞ്ച് ഇറക്കത്തില് 27 ഇഞ്ച് ഇറക്കം. ഇവിടെ നിന്ന് നമ്മൾ വെട്ടുമ്പോ ഇവിടെ നമുക്ക് ഒട്ടും തന്നെ എക്സ്ട്രാ വേണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇതേപോലെ പോണം. അപ്പൊ ഈ ഒരു പീസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. തുണി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീതി കൂട്ടി എടുക്കാൻ കേട്ടോ. ഇത് നമുക്ക് കഷ്ടിച്ച് ഇതിനുള്ള തുണിയെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ തുണി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വലിപ്പം കൂട്ടിയെടുക്കാം. അതായത് അപ്പോഴും നമ്മൾ നല്ല ഫ്ലെയർ കിട്ടും. ഇത് കണ്ടോ,
ഇതിപ്പം നമുക്ക് ഇത്രയും പ്ലെയറാണ് കിട്ടുന്നത്. ഒരു തുണ്ടിന് നമുക്ക് ഇത്രയും പ്ലെയർ വെച്ച് കിട്ടണം. അപ്പം 4 തുണ്ടിന് കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ട. ഇങ്ങനെ ഒരു കോണിച്ച് ഇതെങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കും. കണ്ടോ, ഇങ്ങനെ ഇട്ടാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ 4 പീസ് വേണം. അപ്പൊ ഇതിപ്പോ 1 പീസായി, ഇനി 3 പീസ് കൂടെ വേണം. നമുക്കത് കൈ വെട്ടിയിട്ട് 3 പീസ് വെട്ടാം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. ആദ്യം നമുക്ക് ഇതിന്റെ കൈ വെട്ടിയെടുക്കാം. ഇതിന്റെ കൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിപ്പോ ഞാൻ 3 പീസ് വെട്ടിയിട്ടുണ്ട് കേട്ടോ. 3 പീസ്. ഇത് കഷ്ടിച്ച് വെട്ടിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇനി 1 പീസ് കൂടെ നമുക്ക് വേണം. അത് ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ ആദ്യം നമ്മളിപ്പോ 3 പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെട്ടാം. കൈക്ക് ഞാനിപ്പോ ഒരു 13 ഇഞ്ച് ഇറക്കമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 13 ഇഞ്ച് ഇറക്കാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കൈക്കുഴി അടലപ്പെടുത്താനൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇവിടുന്ന് 5 ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മൾ വളച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വണ്ണം എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒരു 14 ഇഞ്ച് വണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 11-11.5 ഇഞ്ച് വണ്ണം മതി. കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇത് കൈയാണ് കേട്ടോ. കൈ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ 2 കൈ നമ്മൾ വെട്ടിയെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഈ കൈയുടെ ഒരു പട്ട വേണമല്ലോ, മടക്കി വെച്ച് മുകളിലോട്ട് അടിക്കാനായിട്ട് ഒരു പട്ട. അപ്പൊ അതുകൂടെ നമുക്ക് വെട്ടിയെടുക്കാം. ഈ പട്ട വെച്ചാണ് നമുക്ക് മടക്കി അടിക്കുന്നത്. ഈ പട്ട വെച്ച് നിങ്ങൾ അടിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ വരുന്ന ടിപ്സുകൾ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇതിപ്പോ നമുക്ക് 13 ഇഞ്ച് കൈ നീളമാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത്രയും മതി ഇതിന്. പക്ഷെ ഇതിന് നമുക്ക് 13 ഇഞ്ച്, കറക്റ്റ് 13 ഇഞ്ച് കൈ നീളമാണുള്ള. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പട്ട വെച്ച് അടിക്കുന്നുണ്ട് അല്ലേ. ഈ പട്ട വെച്ച് അടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് വരേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് അടിക്കണം. അതായത് ഈ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെച്ച് ഇവിടെ വെച്ച് അടിക്കണം. ഫ്രണ്ടിലോട്ട് അടിച്ചിട്ട് നമ്മൾ ഈ മടക്ക് തുണിയില്ലേ, ഇത് കുറച്ച് വീതിക്ക് ഇതുപോലെ വെട്ടിയെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് അടിച്ചാൽ ഇവിടെ നമുക്ക് 1 ഇഞ്ച് കൂടെ കൈനീളം കിട്ടും. കണ്ടോ, 1 ഇഞ്ച് കൂടെ കൈനീളം കിട്ടും. അതൊരു മോഡലായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഇവിടെ വെച്ച് അടിച്ചിട്ട് ഒരു ബട്ടൺ വെച്ച് കൊടുക്കും. ബട്ടൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പട്ട മടക്കുമ്പോൾ ഇതിന്റെ എൻഡിലൂടെ വെച്ചടിക്കുക. അപ്പൊ നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ എത്ര വേണമെങ്കിലും കൂട്ടി കിട്ടും കേട്ടോ. ആ പട്ട വീതിക്ക് വെട്ടിയെടുത്താൽ അത്രയും കണക്കിന് കിട്ടും. നമുക്ക് പട്ടയൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും സൈഡിൽ നിന്ന് കിട്ടും ആ തുണി. അപ്പൊ അങ്ങനെ ചെയ്താൽ 1 ഇഞ്ച് ഇറക്കം കൂടെ കൈനീളം കൂടെ കിട്ടും കേട്ടോ. അതൊരു ടിപ്സ് ആണേ, മറന്നു പോകരുത്. അപ്പൊ നമുക്കിനി 1 പീസ് കൂടെ ഇതിന് വേണം അല്ലേ. 1 പീസും കൂടെ ഇതിനകത്ത് നമുക്ക് വേണം. 27 1 പീസ് നമുക്ക് കിട്ടുമല്ലോ. അതാണ് നമുക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ ഒപ്പിക്കാന്ന് പറഞ്ഞത്. നമ്മൾ ഇവിടുന്ന് 27 നീളമുള്ള 1 പീസ് കൂടെ വേണം. ഇവിടെ വെച്ചു. കറക്റ്റ് 27 കിട്ടിയത് കണ്ടോ. നമുക്ക് 1 പീസ് ഇവിടെ നിന്ന് കിട്ടി. ഇനി ഇത് നിങ്ങൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് കാണണം. ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അതുകൂടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അതിന്റെ തയ്ക്കുന്നതും കൂടെ കാണിച്ചു തരും. കണ്ട, അപ്പൊ നമുക്ക് 4 പീസ് ആയിട്ടുണ്ട്. കണ്ട, 4 പീസ് നമുക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് ദാ പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഡാട്ടിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസിൽ നിന്ന് കുഴിച്ച് ഒതുക്കി വെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലും ഈ പീസ് വെട്ടുമ്പോൾ മാറിപ്പോകരുത്. ഇത് ഫ്രണ്ടിലോട്ട് ആക്കി കളയരുത്. കാരണം എങ്കിൽ വ്യത്യാസം വരും. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് 3 പീസ് സെപ്പറേറ്റ് മാറ്റി വെക്കുക കേട്ടോ. ഇത് 2 പീസ്, ഈ നടുക്കുള്ള 1 പീസും കൂടെ. നടുക്കുള്ള 1 പീസ്. ഇതിന്റെ കഴുത്ത് നമ്മൾ വെട്ടിയിട്ടില്ല കേട്ടോ. കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ട് വെട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കണ്ട, ഇത് ബാക്കിൽ വരുന്ന ഒറ്റ പീസാണ്. അതായത് മിഡിലിൽ വരുന്ന ഭാഗമാണ്. എന്നിട്ട് നമ്മൾ വെക്കേണ്ടത് ഇവിടെ നിന്ന് കണ്ടോ, ഈ പീസ് ഇവിടെ വെച്ച് പിടിപ്പിച്ചു കൊടുക്കും. നമ്മൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചു കൊടുക്കും. ഈ പീസ് അടുത്തൊരു പീസ് ഇപ്പുറത്തെ സൈഡ് വെച്ച് പിടിപ്പിക്കും.
അതിനുശേഷമാണ് മറ്റേ പീസ് വെട്ടുന്നത്. അപ്പൊ ഇത് നമുക്ക് തയ്ക്കുന്ന കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും മാറിപ്പോരുത്, തച്ച് മാറ്റി വെക്കണം. ആദ്യമേ തച്ച് മാറ്റി വെക്കണം ഓരോ പീസായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡാട്ട് എടുത്തത് കുഴിച്ചെടുത്തത് അപ്പൊ നമുക്കിനി ഈ 4 പീസ് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. ഈ പീസ് വെട്ടാൻ അറിയാമല്ലോ, നമ്മളിവിടെ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കൂർപ്പിച്ച് വന്നിട്ട് ഇവിടെ എത്ര വീതിയുണ്ട്. ഇതിപ്പോ നമുക്ക് ഒരു 8 ഇഞ്ചാണ് ലൂസ് കിട്ടുന്നത്. 8 തൊട്ടും 16 32 ഇഞ്ച് ലൂസ് എക്സ്ട്രാ നമ്മൾ തുണിയുടെ പുറമേ കിട്ടും കേട്ടോ. പക്ഷെ ഇത് ഇങ്ങനെയാണ് വെട്ടിയെടുക്കാം. നമുക്ക് 4 പീസ് വെട്ടിയിട്ടുണ്ട്.